എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് നാരങ്ങ വെച്ച് സംഭവം ഉണ്ടാക്കിയല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചാലും നാരങ്ങ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാനിത് പച്ച നാരങ്ങയാണ്. അത് നമ്മൾ ഈ പച്ച നാരങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ നാരങ്ങ സീഡ്ലെസ് നാരങ്ങ ഇതാ ഈ കളറിലാണ് കിട്ടുന്നത്. അത് പക്ഷെ നല്ല നീരുള്ള നല്ല നാരങ്ങയാണ്. നമ്മുടെ ചെറിയ നാരങ്ങയേക്കായി ഇച്ചിരി വലുപ്പമുള്ളതാണ്. ഇത് പച്ച കളറിലാണെങ്കിലും നല്ല അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ടൈപ്പുള്ള നാരങ്ങയാണിത്. അപ്പോൾ ഈ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ നാരങ്ങ വെച്ചും ചെയ്യാൻ പറ്റും. ചെറുനാരങ്ങയാണ് ഏറ്റവും ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുത്താണ്. ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഇരിക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് ഞാൻ വെള്ളം തുടച്ചെടുത്താണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡുള്ള ആ ഒരു കട്ടിപ്പാട്ടുണ്ടല്ലോ, ആ ഞെടുപ്പിൻ്റെ ആ പാട്ട്, അത് നമുക്കങ്ങ് മുറിച്ച് കളയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എത്ര പാർട്ടായിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇതിപ്പോൾ വലിയ ടൈപ്പ് നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു പാർട്ട്, അതായത് രണ്ടായിട്ട് മുറിച്ചതിൽ ഒരു പാട്ടിനെ നമുക്ക് വീണ്ടും നാലായിട്ട് മുറിക്കാൻ പറ്റും. നിങ്ങൾക്കിത് വേണമെങ്കിൽ മൊത്തത്തിൽ നാലായിട്ട് മുറിക്കണമെങ്കിൽ അത് മതിയായിരിക്കും. പിന്നെ അതാ ഈ വെളുത്തൊരു പാർട്ട് കണ്ടോ, അത് നമ്മളങ്ങ് മുറിച്ച് കളയണം. ആ സാധനം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം നാരങ്ങ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാരങ്ങ അരിയുമ്പം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കയ്പില്ലാത്ത നല്ല നാരങ്ങ അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റുള്ള നാരങ്ങയും കൂടെ അതേപോലെ മുറിച്ചെടുക്കാം. മുറിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഇത് ചിലപ്പോൾ നമുക്ക് നാലായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ 6 പീസായിട്ട് വേണം നമുക്കിത് മുറിക്കാൻ പറ്റും. അത് ഇച്ചിരി വലിയ നാരങ്ങയാണല്ലോ, അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 4 പീസായിട്ട് അല്ലെങ്കിൽ മാക്സിമം 6 പീസായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റത്തുള്ളൂ ടോട്ടലായിട്ട്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 8 അതായത് ഒരു സൈഡ് 4 ഒരു സൈഡ് 4 അങ്ങനെ 8 പീസായിട്ട് തന്നെ ഈ നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ആ വെളുത്ത പാർട്ട് അതങ്ങ് മുറിച്ച് കളയുക. പിന്നെ സീഡ്ലെസ് ആയതുകൊണ്ട് തന്നെ തൊട്ട് തന്നെ കുരുക്കളില്ല. പക്ഷേ ചെറിയ നാരങ്ങയ്ക്ക് അതാണ് കുരുക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുരുക്കളുള്ളപ്പം നമ്മൾ ആ കുരുവും കൂടെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. അപ്പം നല്ല കയ്പില്ലാണ്ട് തന്നെ നമുക്ക് നാരങ്ങ അച്ചാറും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ എല്ലാ നാരങ്ങയും 2 സൈഡും മുറിച്ച് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ കഴുകിയിട്ട് ഒരു നല്ല തുണി വെച്ച് അതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ച നാരങ്ങയാണിത്. അപ്പോൾ നിങ്ങൾ നാരങ്ങ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. അല്ല, നമ്മൾ വാട്ടിയിടുന്ന നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴും നമ്മൾ ആ വാട്ടി എടുത്തതിന് ശേഷം, അതായത് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു നല്ല തുണി വെച്ച് അതിൻ്റെ പുറത്തെ ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റിയ ശേഷം മാത്രമേ അച്ചാർ ഇടാവൂ. അങ്ങനെ ഇടുവാണെങ്കിൽ അച്ചാർ കുറേ നാൾ നിൽക്കും. പൂക്കാതെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിലിരുന്നാൽ മതി. കുറേ നാൾ പൂക്കാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ബാലൻസുള്ള എല്ലാ നാരങ്ങയും ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇപ്പം ഞാൻ എല്ലാ നാരങ്ങയും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഈ നാരങ്ങയുടെ നീര് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കുപ്പിയാണ്. കുപ്പി നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പൊട്ടുന്ന ടൈപ്പ് കുപ്പി ഉണ്ടല്ലോ, അങ്ങനത്തെ എടുക്കാവോ. അല്ല, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കരുത്. കഴിവതും അച്ചാറുകൾ നമ്മൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ജാറിൽ ഇടാവും. അപ്പോൾ ഈ കുപ്പിയും ഞാൻ നല്ലതായിട്ട് തുടച്ച് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കുപ്പിയാണ്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ ഒരു ലെയർ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ച് വേണം കുപ്പി എടുക്കാൻ വേണ്ടി. പിന്നെ അല്ലെങ്കിൽ 2 കുപ്പിയായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ കുപ്പിക്കകത്ത് തന്നെ നിറയാനുള്ള നാരങ്ങയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെയർ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാവുള്ള ഉപ്പാണ്. സാധാ ഉപ്പ് നിങ്ങൾ ചേർത്താൽ മതി. ഞാനിപ്പം പിങ്ക് സാൾട്ട് ചേർത്തന്നേ ഉള്ളൂ. കാരണം ഞങ്ങളിവിടെ കൂടുതലും പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് പിങ്ക് സാൾട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന നാടൻ ഉപ്പ്, അതായത് വെളുത്ത ഉപ്പുണ്ടല്ലോ, അത് ചേർത്താൽ മതി. പിന്നെ കല്ലുപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ചേർത്താലും മതിയായിരിക്കും. അപ്പോൾ ഞാനിപ്പം പിങ്ക് സാൾട്ട് ആയതുകൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിങ്ക് സാൾട്ട് തന്നെ വേണം ചേർക്കണമെന്നില്ല, ഏത് ഉപ്പായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ലെയറോട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ലെയർ ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയർ ബൈ ആയിട്ട് നമുക്ക് ഈ കുപ്പി നിറച്ച് എടുക്കാം. അതായത് ഒരു ലെയർ നാരങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്, വീണ്ടും നാരങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്, അങ്ങനെ നമുക്ക് ഈ കുപ്പി ഫുള്ളായിട്ട് നമുക്ക് നിറച്ചെടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു സ്പൂൺ വെച്ച് ഇതേപോലെ തന്നെ ഒതുക്കി കൊടുക്കാം. അപ്പം ഈ നല്ലതായിട്ട്, അതായത് ഒട്ടും എയറില്ലാണ്ട്
ഇതേപോലെ നല്ല അമർത്തി അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ താഴേക്ക് പൊയ്ക്കോളും. നാരങ്ങ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അമങ്ങി ഇരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ നാരങ്ങ താഴോട്ട് പൊയ്ക്കോളും. അങ്ങനെ നമുക്ക് ഇത് ഫുൾ ഇതുപോലെ നിറച്ച് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു കുപ്പി വേണം എടുക്കണമെന്നുള്ളൂ. ഇതുപോലെ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെക്കാം. ഇത് ഏകദേശം 1 മാസം നമുക്ക് പുറത്ത് ഇതുപോലെ വെക്കാം. ഇതാണ്ട് ഇതേപോലെ ഇരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു 1-2 ദിവസം ഇതേപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 20 ദിവസം. അപ്പോൾ 20 ദിവസം പിന്നെ എത്രത്തോളം ഇത് നമ്മൾ വെളിയിൽ വെക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാരങ്ങയ്ക്ക്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞ നാരങ്ങയാണ്. കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ മാറി കണ്ടല്ലേ. എന്നിട്ട് നമ്മൾ ദിവസവും വേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുലുക്കി വെക്കണം. തുറന്നൊന്നും നോക്കണ്ട, ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് കുലുക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് 1 മാസത്തിന് ശേഷം ഇതെടുത്ത് അച്ചാറിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അച്ചാറിട്ടതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇത് അച്ചാറിടുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഈ നമ്മുടെ നാരങ്ങ നന്നായിട്ട് അലിഞ്ഞ് നല്ല എന്താ പറയുക, ഒരു കയ്പില്ലാതെ നല്ല രുചിയിൽ നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 20 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ 1 മാസം വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഞാൻ ഉപ്പിടുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കയ്പില്ലാത്ത നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നാരങ്ങാച്ചാറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.